അമേരിക്കയിൽ H1B, L1 തുടങ്ങിയ വർക്ക് വിസകളിൽ ജോലി ചെയ്യുകയും എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന മലയാളികൾ വളരെ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് ഫോം I-140. ഫോം I-140 അപേക്ഷകളിൽ തൊഴിലുടമയുടെ എബിലിറ്റി ടു പേ, അതായത് വാഗ്ദാനം ചെയ്ത ശമ്പളം നൽകാനുള്ള സാമ്പത്തിക ശേഷി USCIS എങ്ങനെ പരിശോധിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇത് പുതിയ നിയമമല്ല, വർഷങ്ങളായി നിലവിലുള്ള ഒരു നിബന്ധനയാണ്. എന്നാൽ ഇപ്പോൾ I-140 അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ ഈ മാനദണ്ഡം വളരെ ഗൗരവമായി വിലയിരുത്തപ്പെടുന്നതിനാൽ തൊഴിലുടമകളും ജീവനക്കാരും ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഗ്രീൻ കാർഡ് പ്രോസസ്സിന്റെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് ഫോം I-140. PERM ലേബർ സർട്ടിഫിക്കേഷൻ അംഗീകരിച്ചതിന് ശേഷമാണ് തൊഴിലുടമ USCIS-ൽ I-140 സമർപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ USCIS പരിശോധിക്കുന്ന പ്രധാന ചോദ്യമാണ് ഈ ജീവനക്കാരന് കമ്പനി വാഗ്ദാനം ചെയ്ത ശമ്പളം നൽകാൻ സാമ്പത്തികമായി കഴിവുണ്ടോ എന്നത്. ഇത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ജീവനക്കാരുടേതല്ല, മറിച്ച് തൊഴിലുടമയുടേതാണ്. അതിനായി കമ്പനി സാധാരണയായി സമർപ്പിക്കുന്നത് ഫെഡറൽ ടാക്സ് റിട്ടേണുകൾ, ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, വാർഷിക റിപ്പോർട്ടുകൾ തുടങ്ങിയ സാമ്പത്തിക രേഖകളാണ്. ജീവനക്കാരൻ ഇതിനകം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ W2 ഫോമുകളും പേ സ്ലിപ്പുകളും ഉപയോഗിച്ച് കമ്പനി വാഗ്ദാനം ചെയ്ത ശമ്പളം നൽകുന്നുണ്ടെന്ന് തെളിയിക്കാം. എന്നാൽ ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ USCIS റിക്വസ്റ്റ് ഫോർ എവിഡൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ദ ഇന്റന്റ് ടു ഡിനേ അയക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പാക്കേണ്ടത്. ഇത് ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെക്കാൾ ചെറിയ കമ്പനികളിലോ സ്റ്റാർട്ടപ്പുകളിലോ അല്ലെങ്കിൽ IT കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർ അവരുടെ തൊഴിലുടമയുടെ രേഖകൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും ഇത് ചെറിയ കമ്പനികൾക്ക് മാത്രമുള്ള നിയമമല്ല, എല്ലാ തൊഴിലുടമകൾക്കും ഒരുപോലെ ബാധകമായ നിബന്ധനയാണ്. നിങ്ങൾ ഇപ്പോൾ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ നോക്കാം. ഒന്നാമതായി I-140 ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഇമിഗ്രേഷൻ അറ്റോർണിയുമായി സംസാരിച്ച് ആവശ്യമായ സാമ്പത്തിക രേഖകൾ തൊഴിലുടമയുടെ ഭാഗത്ത് നിന്ന് തയ്യാറാണെന്ന് ഉറപ്പാക്കുക. രണ്ടാമതായി, നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ W2 ഫോമുകളും പേ സ്ലിപ്പുകളും സുരക്ഷിതമായി സൂക്ഷിക്കുക. മൂന്നാമതായി, USCIS-ൽ നിന്നും റിക്വസ്റ്റ് ഫോർ എവിഡൻസ് ലഭിച്ചാൽ അത് അവഗണിക്കാതെ നിശ്ചിത സമയത്തിനുള്ളിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക. നാലാമതായി, ജോലി മാറാൻ ആലോചിക്കുന്നവർ നിങ്ങളുടെ കേസിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഓരോ കേസും വ്യത്യസ്തമായതിനാൽ ഇമിഗ്രേഷൻ അറ്റോർണിയുടെ നിയമോപദേശം സ്വീകരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമാണ്. ഫോം I-140 അപേക്ഷയിൽ തൊഴിലുടമയുടെ സാമ്പത്തിക ശേഷി തെളിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിച്ചാൽ അനാവശ്യമായ കാലതാമസവും റിക്വസ്റ്റ് ഫോർ എവിഡൻസുകളും ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അമേരിക്കൻ ഇമിഗ്രേഷൻ, ഗ്രീൻ കാർഡ്, H1B, NRI, ടാക്സ്, ലീഗൽ അപ്ഡേറ്റുകൾ എന്നിവ കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.